കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോജനിക് ഡയറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു 1920-ലൊക്കെ കുട്ടികളിലുള്ള അപസ്മാരം ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അറ്റ്കിൻസിനെ പോലെയുള്ള ആൾക്കാർ ഇതൊരു വലിയ വെയിറ്റ് ലോസിങ് ടൂളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈവൻ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ പോലും ഇത് പോപ്പുലറായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ കൂടുതലായിട്ട് കീറ്റോ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി? നമ്മൾ വെയിറ്റ് ലോസ് മാത്രമല്ല, ടൈപ്പ് 2 ഡയബറ്റീസ് റിവേഴ്സൽ ആവാൻ തുടങ്ങി. പിന്നെ ആൾക്കാരിലെ ഹൃദയരോഗങ്ങളിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ തുടങ്ങി. മെൻ്റൽ ക്ലാരിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനൊരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ തുടങ്ങി. അപ്പോൾ ഈ ഡയറ്റിൽ എന്താണ് ആൾക്കാർ കൂടുതലായിട്ട് കഴിക്കുന്നത്? മെയിൻലി ഫാറ്റും പ്രോട്ടീനും കമ്പൈനായിട്ട് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ കാപ്സ് വളരെ ചെറിയൊരു എമൗണ്ടിൽ കഴിക്കുക. അതായത് ഈ ഇലക്കറികളിൽ നിന്നൊക്കെയുള്ള ചെറിയ എമൗണ്ട് കാപ്സ് മാത്രം കഴിക്കുക. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫാറ്റും പ്രോട്ടീനും തന്നെ കൂടുതലായി കഴിക്കണതുകൊണ്ട് വിശപ്പ് തീരെ കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ വിശക്കാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ തിന്നേണ്ട ഒരു പ്രവണത ഉണ്ടാകുന്നില്ല. വെയിറ്റ് ലോസ് വളരെ എളുപ്പമാകും. ഇപ്പോൾ കീറ്റോ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ആൾക്കാരിൽ പെട്ടെന്ന് റാപ്പിഡായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബോഡിയിൽ എന്ത് മാറ്റമാണ് വരുന്നത് പെട്ടെന്ന് ഇങ്ങനെ വെയിറ്റ് കുറയാനായിട്ട്? അതായത് നമുക്ക് 2 ഫ്യൂവലുണ്ട് ശരീരത്തിന്, ഒന്ന് ഗ്ലൂക്കോസും ഒന്ന് ഫാറ്റും. അപ്പോൾ നമ്മൾ തീരെ ഗ്ലൂക്കോസ് ശരീരത്തിലോട്ട് കയറാണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഫാറ്റിനെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. ഒരു ഇന്ധനമായിട്ട് നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ എനർജി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി ശരീരത്തിലെ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് ശരീരം യൂസ് ചെയ്യുന്നതിന് കണക്കായിട്ട് നമ്മുടെ തടി കുറയുന്നു. ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആരൊക്കെ ഈ ഡയറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ മുലപ്പാൽ കൊടുക്കുന്ന സ്ത്രീകൾ, പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉള്ള ആൾക്കാർ, ഇവരൊന്നും ഈ ഡയറ്റ് ഒരു സൂപ്പർവിഷൻ ഇല്ലാണ്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്.